നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലവർഷം കനത്തതോടെ ജില്ലയിൽ നിശ്ചലമായി ജനജീവിതവും. ദേശീയപാതയോരത്ത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത്. തൃക്കരിപ്പൂർ മാണിയാട്ട് വീടിന്റെ വാതിൽ തകർത്ത് വൻ കവർച്ച. 22 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. ബണ്ട്വാൾ ഇറക്കുടിയിലെ അബ്ദുൾ റഹീമിന്റെ കൊലപാതകം. 2 പേർ കൂടി അറസ്റ്റിൽ. സർവീസിൽ നിന്ന് വിരമിച്ച ചെങ്കള സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി P. ഗിരിധരന് യാത്രയയപ്പ് നൽകി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ ഇച്ചിലങ്കോട് മാലിക് ദിനാർ മസ്ജിദിന് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. പഞ്ചായത്ത് അധികൃതർ നേരിട്ടെത്തി റോഡ് ഗതാഗത യോഗ്യമാക്കി. വാർത്തകൾ വിശദമായി. കാലവർഷം കനത്തതോടെ ജില്ലയിലെങ്ങും വെള്ളക്കെട്ടിൽ നിശ്ചലമായി ജനജീവിതവും. തലപ്പാടി മുതൽ കുമ്പള വരെയുള്ള ദേശീയപാതയോരത്ത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് മഴക്കാലത്ത് വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത്. മഴ കനത്താൽ വീട് വെള്ളത്തിലാവുമെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമെന്നും മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത പ്രദേശത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. ഈ ആഴ്ചയോടെ സ്കൂളുകൾ തുറക്കുമെങ്കിലും പഠനം വഴിമുട്ടുമോ എന്ന ഭയവും ജനങ്ങൾക്കുണ്ട്. കുമ്പള പോലീസ് സ്റ്റേഷൻ റോഡിൽ അശാസ്ത്രീയമായ റോഡ് ടാറിംഗ് മൂലം വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയാണ്. വെള്ളക്കെട്ട് മൂലം ആരിക്കാടി കുമ്പള മൊഗ്രാൽ റെയിൽവേ അടിപ്പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. മൊഗ്രാൽ നാങ്കി പ്രദേശത്ത് വെള്ളക്കെട്ട് മൂലം 25ഓളം വീടുകൾ ഭീഷണിയിലാണ്. മുട്ടം ആരിക്കാടി മൊഗ്രാൽ കൊപ്ര ബസാർ മൊഗ്രാൽ പുത്തൂർ പ്രദേശങ്ങളിൽ സർവീസ് റോഡിലുണ്ടായ വെള്ളക്കെട്ട് വാഹന ഗതാഗതത്തെയും ബാധിച്ചു. കുമ്പള ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഉൾപ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിനാൽ ജനങ്ങൾ ദുരിതത്തിലാണ്. വെള്ളക്കെട്ടിനെ തുടർന്ന് ദേശീയപാത നിർമ്മാണം മൂലം ദുരിതത്തിലും ആശങ്കയിലുമായിരിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് നിർമ്മാണ കമ്പനി അധികൃതരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിയന്തരമായി ഇടപെടണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അതാത് പ്രദേശങ്ങളിൽ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ മാണിയാട്ട് വീട്ടുകാർ പുറത്തുപോയ സമയത്ത് വീടിന്റെ വാതിൽ തകർത്ത് വൻ കവർച്ച. നെക്ലേസ്, വളകൾ, മോതിരങ്ങൾ, ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ 22 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. മാണിയാട്ട് സഹകരണ ബാങ്കിന് സമീപത്തെ പ്രവാസി K. സിദ്ദീഖിന്റെ വീട്ടിലാണ് വെള്ളിയാഴ്ച രാത്രി വീടിന്റെ മുൻവാതിലിന്റെ ഓടാമ്പൽ തകർത്ത് സ്വർണം കവർച്ച ചെയ്തത്. വെള്ളിയാഴ്ച വൈകുന്നേരം 3:30ഓടെ സിദ്ദീഖിന്റെ ഭാര്യ MK ജുസീല മക്കളുമൊപ്പം പയ്യന്നൂരിൽ പോയി രാത്രി 10 മണിയോടെയാണ് തിരിച്ചെത്തിയത്. വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് കമ്പിപ്പാരയോ മറ്റോ ഉപയോഗിച്ച് പൊളിച്ചാണ് വീടിനകത്തേക്ക് കടന്നതെന്നാണ് കരുതുന്നത്. താഴെ നിലയിലുള്ള മുൻഭാഗത്തെ കിടപ്പുമുറിയിലെ അലമാര തുറന്നാണ് 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയത്. വൈകുന്നേരം ഇന്നലെ 3:30ഓടെയാണ് ഇവർ ഇവിടുന്ന് വീടൊക്കെ പൂട്ടിയിട്ട് ഗേറ്റൊക്കെ അടച്ചിട്ട് ഇവിടുന്ന് കൺസ്ട്രക്ഷന് പോയിരുന്നത്. അപ്പോൾ തിരിച്ചവർ 10 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവരുടെ മെയിൻ ഡോർ ഇവിടെ ഓപ്പണാക്കിയിട്ട് കണ്ടിട്ട് അതിൻ്റെ കുത്തി തുറന്ന രീതിയിൽ അങ്ങനെ അതോടൊപ്പം അവർ ബെഡ്റൂമിലേക്ക് പോകുമ്പോഴേക്കും അവരവിടെയും എല്ലാം വാരി വലിച്ചിട്ടിട്ട് കണ്ടതിൻ്റെ ശേഷമാണ് അവർ പോലീസിന് റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവർ പരിശോധിച്ചപ്പോൾ ബാക്ക് സൈഡിലുള്ള മുഴുവൻ ഡോറുകളും അതുപോലെ ഗേറ്റുകളൊക്കെ തുറന്നിട്ടിട്ടാണ് അവർ അവിടുന്ന് രക്ഷപ്പെട്ടതായിട്ട്. നഷ്ടപ്പെട്ടത് സ്വർണം 22 പവനാണ്. ചന്തേര ഇൻസ്പെക്ടർ K. പ്രശാന്ത്, പ്രിൻസിപ്പൽ SI KP സതീഷ്, പ്രൊബേഷൻ SI CR മൗഷിമി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കനത്ത മഴയിൽ ഇച്ചിലങ്കോട് മാലിക് ദിനാർ മസ്ജിദിന് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. പഞ്ചായത്ത് അധികൃതർ നേരിട്ടെത്തി അഗ്നിരക്ഷാസേന, വൈറ്റ് ഗാർഡ്, KSEB, നാട്ടുകാർ എന്നിവരുടെ സഹായത്തോടെ റോഡ് ഗതാഗത യോഗ്യമാക്കി. കനത്ത മഴയിൽ ഇച്ചിലങ്കോട് മാലിക് ദിനാർ മസ്ജിദിന് സമീപത്തെ അണക്കെട്ടിന് സമീപം മണ്ണിടിഞ്ഞു വീണു. പരിഹാരത്തിനായി പഞ്ചായത്തിൽ അറിയിച്ചപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ മംഗൽപ്പാടി പഞ്ചായത്ത് അധികാരികൾ നേരിട്ടെത്തി. തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ, വൈറ്റ് ഗാർഡ് അംഗങ്ങൾ, KSEB, നാട്ടുകാർ എന്നിവരുടെ സഹായത്തോടെ മണ്ണ് മാറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കുകയായിരുന്നു. മംഗൽപ്പാടി പഞ്ചായത്തിലെ ഇച്ചിലങ്കോട് വാർഡിലെ മാലിക് ദിനാർ ജുമാ മസ്ജിദിന് തൊട്ടടുത്ത സ്ഥലത്താണ് മണ്ണിടിഞ്ഞിട്ടുള്ളത്. വളരെ ഭീകരാന്തരീക്ഷമാണ്. പക്ഷേ അപ്പോൾ തന്നെ പ്രിയപ്പെട്ട സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും സ്ഥലത്തെത്തുകയും അപ്പോൾ തന്നെ ഫയർഫോഴ്സ് വരികയും പിന്നെ മറ്റുള്ള വൈറ്റ് ഗാർഡ് ടീം അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഒരു രൂപയില്ലാതെ നിൽക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. അങ്ങനെ ഫയർഫോഴ്സിനോട് ഞങ്ങൾ പറഞ്ഞു
ഇത് മരങ്ങൾ മുറിച്ച് ആളുകൾക്ക് നടന്നു പോകാനുള്ളൊരു രീതിയിലേക്ക് ആക്കണം. ഇപ്പോൾ JCB നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ JCB വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകൾക്ക് നടന്നു പോകാനുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തും. ഷിറിയ പുഴയുടെ ഭാഗങ്ങളിൽ പലതും തകരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്നും പരിഹാരമുണ്ടാക്കണമെന്നും നാട്ടുകാർ അധികാരികളോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബണ്ടോൾ റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇറക്കുടിയിൽ പിക്കപ്പ് ഡ്രൈവർ അബ്ദുൾ റഹീമിനെ ക്രൂരമായി വെട്ടിക്കൊല്ലുകയും തടയാൻ ശ്രമിച്ച സുഹൃത്ത് കലന്തർ ഷാഫിയെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിൽ. ബണ്ടോളിലെ സുമിത് ആചാര്യ, രവിരാജ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബണ്ട്വാൾ റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇറക്കൊടിയിൽ പിക്കപ്പ് ഡ്രൈവർ അബ്ദുൾ റഹീമിനെ ക്രൂരമായി വെട്ടിക്കൊല്ലുകയും തടയാൻ ശ്രമിച്ച സുഹൃത്ത് കലന്തർ ഷാഫിയെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത കേസിൽ പോലീസ് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ബണ്ട്വാൾ തെങ്കബെല്ലരുവിലെ സുമിത് ആചാര്യ, ബഡകബെല്ലരുവിലെ രവിരാജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മെയ് 27 വൈകുന്നേരം കുരിയാൽ ഇറക്കൊടിയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ദീപക്, പൃഥ്വിരാജ്, ചിരന്തൻ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 2 പേർ കൂടി അറസ്റ്റിലായതോടെ അബ്ദുറഹീം കൊലക്കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. കൊലപാതകത്തെ തുടർന്ന് സംഘർഷം ഉടലെടുത്തതോടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ ശനിയാഴ്ച അവസാനിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചെങ്കള സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി P. ഗിരിധരന് ഭരണസമിതിയും ജീവനക്കാരും യാത്രയയപ്പ് നൽകി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചെങ്കള സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി P. ഗിരിധരന് ഭരണസമിതിയും ജീവനക്കാരും നൽകിയ യാത്രയയപ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രതിബദ്ധത അത് മൂന്നും കാണിക്കുന്നതാണ് ഒരു സഹകരണ പ്രസ്ഥാനം ഇവിടെ വരണമെന്നുള്ള അദമ്യമായ ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അനവരതം പ്രവർത്തിക്കുക, ആ പ്രവൃത്തി ലക്ഷ്യസ്ഥാനത്തെത്തുക. അങ്ങനെ സ്വന്തമായി ഭൂമി വാങ്ങിക്കുക, സ്വന്തമായി ഭൂമി വാങ്ങിച്ചു കഴിഞ്ഞ് സ്വന്തമായി കെട്ടിടവും ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒരു പിന്നീട് വന്ന എല്ലാ പ്രവർത്തനവും ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ ഫലമാണ്. ബാങ്ക് പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ നായർ കാട്ടുകൊച്ചി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി K. നീലകണ്ഠൻ, സഹകരണ സംഘം മുൻ അഡീഷണൽ രജിസ്ട്രാർ V. കുഞ്ഞിക്കണ്ണൻ, സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ J. അശോക് ഷേണായി, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന നിർവാഹക സമിതി അംഗം PK. വിനോദ് കുമാർ, മുസ്ലിം ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി മൂസ B. ചെർക്കള, CPM ചെങ്കള ലോക്കൽ സെക്രട്ടറി KV. ബാലരാജ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ, ഇക്ബാൽ ചേരൂർ, CH. വിജയൻ, BK. കുട്ടി, B. വിഷ്ണു കക്കില്ലായ, M. ഭവാനി, K. കനകം, P. ഗിരിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. എയർ ഇന്ത്യ ഇന്റർനാഷണൽ പൈലറ്റായി ജോലിയിൽ പ്രവേശിച്ച ഗിരിധരന്റെ മകൻ P. സിദ്ധാർത്ഥനെയും ചടങ്ങിൽ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മംഗൽപാടി താലൂക്ക് ആശുപത്രിക്ക് കീഴിൽ വരുന്ന ഉപ്പള ബസ് സ്റ്റാൻഡ് പരിസരത്തെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി. 47 സ്ഥാപനങ്ങൾ പരിശോധിച്ചതിൽ 29 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട്. പുകയില നിരോധിത നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. മംഗൽപാടി താലൂക്ക് ആശുപത്രിക്ക് കീഴിൽ വരുന്ന ഉപ്പള ബസ് സ്റ്റാൻഡ് പരിസരത്തെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പരിശോധനയ്ക്ക് വിധേയമാക്കി. നോ സ്മോക്കിംഗ് ബോർഡ് പതിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കിയിട്ടുണ്ട്. ചില കച്ചവട സ്ഥാപനങ്ങളിലെ വ്യാപാരികൾക്ക് പുകയില നിരോധിത നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. 47 സ്ഥാപനങ്ങൾ പരിശോധിച്ചതിൽ 29 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട്. പുകയില വിരുദ്ധ മേഖലയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചിലയിടങ്ങളിൽ അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം നമ്മൾ കണ്ടിട്ടുള്ളതിനാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശോധന നമ്മൾ ഇത്തവണ നടത്തുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില സ്ഥാപനങ്ങളിൽ നമ്മൾ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി പലയിടങ്ങളിൽ നിന്നും നമ്മൾ പുകയിലുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നമ്മൾ കണ്ടെടുക്കുകയും അതേ സ്ഥാപനങ്ങളിൽ നമ്മൾ അവരെ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി നമ്മൾ വരും കാലങ്ങളിൽ ഈ പുകയില വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ഇൻസ്പെക്ഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുകയും ചെയ്യും. മംഗൽപാടി താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ചന്ദ്രശേഖരൻ തമ്പി, ജയകൃഷ്ണൻ MK, സംഗീത് O, ബിജിനി K എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മഞ്ചേശ്വരം പോലീസിന്റെ സഹായവും പരിശോധനയിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അശോക് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
50 ലക്ഷം രൂപയുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പുമായി JCI സോൺ 19. ഈ അക്കാദമിക വർഷം +2 ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായാണ് ഈ പദ്ധതിയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മാഹി ഉൾപ്പെടുന്ന JCI സോൺ 19 വിദ്യാർത്ഥികൾക്കായി 50 ലക്ഷം രൂപയുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പ് എക്സാം JCI സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ അക്കാദമിക വർഷം +2 ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായാണ് ഈ പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി CA, CMA, ACCA, CS എന്നീ കോഴ്സുകൾ ലഭ്യമാണ് എന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ മാർക്ക് അനുസരിച്ച് അവരുടെ ആ ഒരു സ്കോർ അനുസരിച്ചിട്ട് അവരുടെ ട്യൂഷൻ ഫീസ് ഇളവ് ഉണ്ടാകുന്നൊരു പദ്ധതിയാണ്. അങ്ങനെ നമുക്ക് 100% വരെ ട്യൂഷൻ ഫീസ് ഇളവ് വാങ്ങിയിട്ട് ഇപ്പം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഈ ഒരു എക്സാം ത്രൂവും ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 സെൻറ്ററുകളിലായിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിലൊരു സെൻറ്ററാണ് കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് സെൻറ്ററിൽ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഈ കാസർഗോഡ് നിയർ ബൈ ആയിട്ടുള്ള JCIയുടെ ലോക്കൽ ഓർഗനൈസേഷൻസ്, സാറ് പറഞ്ഞ പോലെ വിദ്യാനഗർ, ബദിയടുക്ക, കാസർഗോഡ് ടൗണ്, അതേപോലെ കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി, ഇങ്ങനെയുള്ള 4 ലോമിൻ്റെ കുട്ടികളാണ് ഈ സെൻറ്ററിൽ വെച്ച് എക്സാം എഴുതുന്നത്. ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. JCI സോൺ 19 ഡയറക്ടർ സജിത് പാലേരി N, പ്രൊജക്ട് ഡയറക്ടർ സിദൻ സൈഫുദ്ദീൻ, JCI വിദ്യാനഗർ പ്രസിഡന്റ് റാഷിദ് KH, JCI വിദ്യാനഗർ സെക്രട്ടറി അനീഷ് R, JCI ബദിയടുക്ക പ്രസിഡന്റ് രാജീവ് PV, JCI കാസർഗോഡ് പ്രസിഡന്റ് മിഥുൻ GV, കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി പ്രസിഡന്റ് A വാമനകുമാർ, JCI പഴശ്ശി സെക്രട്ടറി JFM നിസാമുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക പുകയില വിരുദ്ധ ദിനാചരണ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ സൈക്കിൾ റൈഡ് നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ P അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ തൃക്കരിപ്പൂരിൽ നിന്നും പയ്യന്നൂരിലേക്കാണ് സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചത്. മനുഷ്യരെ കാർന്നു തിന്നുന്ന എല്ലാ ലഹരി വസ്തുക്കളുടെയും നിർമ്മാണം ഉറവിടത്തിൽ തടയണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ നടത്തിയ സൈക്കിൾ റൈഡ് കനത്ത മഴയിലാണ് നടന്നത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ P അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുമ്പൊക്കെ നമുക്ക് ചെറുപ്പകാലത്ത് നമുക്ക് സാധുവീടിൻ്റെയൊക്കെ പരസ്യം നമ്മൾ റേഡിയോയിൽ കാണാറുണ്ടായിരുന്നു. ഇതൊക്കെ അതിന് വീഡിയോ തന്നെ. അതുപോലെ തന്നെ പല സ്പോർട്സും ക്രിക്കറ്റ് തന്നെ പല ഓർഗനൈസ് ക്ലബ്ബും അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതിനെതിരെയുള്ള ഈ അവബോധം കൂടുതലായി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. IDA കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഡെന്റൽ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ C ശ്രീകുമാർ, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം, അനൂപ് കല്ലത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉദുമയിൽ പ്രവർത്തിച്ചു വരുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ സ്വദേശത്തും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉദുമയിൽ പ്രവർത്തിച്ചു വരുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി സ്വദേശത്തും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 100% പ്ലേസ്മെന്റ്, അനന്തമായ തൊഴിൽ സാധ്യത, ഗവൺമെന്റ് ഫീസ്, SC/ST OBC വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനത്തോടൊപ്പം സ്റ്റൈപ്പൻഡും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും തുടങ്ങിയ നിരവധി സവിശേഷതകളും ഉദുമ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുക്കിയിരിക്കുന്നതായി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ നമ്മുടെ കോഴ്സ് ഫീസ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോഴ്സിന് 34,000 രൂപയും ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്ക് 24,000 രൂപയുമാണ്. ചേരുമ്പോൾ ഒരു പകുതിയും ബാക്കിയുള്ള പകുതി ഡിസംബർ നവംബർ കാലയളവിലാണ് നമ്മൾ മേടിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻസ് പദ്ധതി വഴി എല്ലാ വിദ്യാർത്ഥികൾക്കും 1,00,000 താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അടച്ച പൈസ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു കിട്ടും. SC, ST, OECക്ക് ഏറ്റവും ആദ്യ ഗഡുവായിട്ടും ബാക്കിയുള്ളവർക്ക് രണ്ടാമത്തെ സ്ട്രെച്ചിലും ഇതുവരെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും
ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 പൈസ മുടക്കാതെ ഒരു വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നമ്മളുടെ ക്യാമ്പസുകളിൽ നിന്ന് നേടുവാനായിട്ട് സാധിക്കും. പ്രിൻസിപ്പൽ ഇൻചാർജ് ഹരിപ്രസാദ്, ഫാക്കൽറ്റി ഷിജു കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനും ക്യൂബൻ ഐക്യദാർഢ്യ സദസ്സും നടത്തി. യുവജന കൺവെൻഷൻ ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് പടുവളം EMS മന്ദിരത്തിൽ നടന്ന യുവജന കൺവെൻഷന്റെ ഭാഗമായി നടത്തിയ ക്യൂബൻ ഐക്യദാർഢ്യ സദസ്സ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക ഇന്ന് നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ അമേരിക്ക കണ്ടെത്തുന്ന വഴി അവരുടെ കൈകളിലെ ആയുധങ്ങൾ വിറ്റഴിക്കലാണ്. അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന പോലെയല്ല, ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വിറ്റഴിക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലെയല്ല. ആയുധം വിറ്റഴിക്കപ്പെടണമെങ്കിൽ യുദ്ധം ഉണ്ടാകണം, യുദ്ധം സൃഷ്ടിക്കപ്പെടണം. ആ യുദ്ധം സൃഷ്ടിക്കപ്പെടുന്നതിൽ നിർണായകമായ ഇടപെടൽ പലസ്തീനി ജനതയ്ക്ക് മേലുള്ള വേട്ടയാടലിനെ ഇസ്രയേലിനെ സർവ്വ പിന്തുണയും കൊടുത്തുകൊണ്ട് സൈനിസ്റ്റ് ഭീകരതയെ സഹായിക്കുന്നവരായി അമേരിക്കൻ സാമ്രാജ്യത്വം മാറുന്നു. ഉമേഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. കെ കനേഷ്, KV യദു, P സനൽ, K ഭജിത്, CV ശരത്, P വൈശാഖ്, TV ശോഭിത്, P റോജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പഴയങ്ങാടി ഏഴോം ബോട്ടുകടവിലെ ഷർമിയ എന്ന യുവതിയുടെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നാടൊന്നാകെ കൈകോർത്ത് നീങ്ങിയപ്പോൾ തങ്ങളുടെ സഹായവും ഉറപ്പാക്കി തൃക്കരിപ്പൂരിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് ആപദാമിത്ര വോളണ്ടിയർമാരും. പൂർണ്ണമായും സേവന സന്നദ്ധരായ വോളണ്ടിയർമാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചേർന്ന് 33,700 രൂപയാണ് ചികിത്സാ സഹായ സമിതിക്ക് കൈമാറിയത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ കൂടിയായ തൃക്കരിപ്പൂരിലെ അസ്ലമിന്റെ ഭാര്യ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 23-കാരിയായ ഷർമിയയുടെ ശസ്ത്രക്രിയയ്ക്ക് 35 ലക്ഷം രൂപ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് സുമനസ്സുകളുടെ സഹായത്താൽ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സ്വരൂപിക്കാനായത്. സമിതിയുടെ നിർദ്ദേശത്തിലാണ് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന് കീഴിൽ വർഷങ്ങളായി സന്നദ്ധ സേവനം നടത്തിവരുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പെട്ടെന്ന് തന്നെ കഴിയുന്ന സഹായം നിലയം അധികൃതർക്ക് കൈമാറുകയും സേനാ അംഗങ്ങൾ അവരുടെ വിഹിതവും ചേർത്താണ് ഏഴോത്ത് നിന്നെത്തിയ ചികിത്സാ സമിതി ഭാരവാഹികൾക്ക് കൈമാറിയത്. നിലയത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ ഫയർ ഓഫീസർ KV പ്രഭാകരൻ ചികിത്സാ സഹായം കൈമാറി. ഷർമിയ ചികിത്സാ സഹായ സമിതി ചെയർമാനും ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റുമായ P ഗോവിന്ദൻ, ട്രഷറർ M അബ്ദുള്ള എന്നിവർ ചേർന്ന് 33,700 രൂപയ്ക്കുള്ള ചെക്ക് ഏറ്റുവാങ്ങി. ഈ സംവിധാനം ഒട്ടേറെ പ്രതിസന്ധി കാലഘട്ടത്തിലെല്ലാം, അല്ലെങ്കിൽ നമ്മളെ പ്രളയം പോലെ തീപിടുത്തം പോലെ എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളെ സഹായത്തിന് സജീവമായി മുന്നിട്ടിറങ്ങുന്നവരാണ്. അപ്പോൾ ഈ ജനങ്ങളെ ഈ ചികിത്സ ആവശ്യത്തിന് പോലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇത് ഏർപ്പെടുക എന്നുള്ളത് നമുക്ക് വലിയ മാനവികത ഉയർത്തിപ്പിടിക്കുന്നതാണ്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CP ബെന്നി അധ്യക്ഷത വഹിച്ചു. സ്റ്റേഷൻ കോർഡിനേറ്റർ P ഗോപി, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ KNC ഇബ്രാഹിം, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ കൃപേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരസഭയുടെ 19-ാം വാർഡിൽ പുലിക്കുന്നിലെ ഗസ്റ്റ് ഹൌസിന് മുൻവശത്തുള്ള കുന്ന് ഇടിഞ്ഞു വീഴാറായ നിലയിൽ. വലിയ ദുരന്തം സംഭവിക്കും മുൻപ് കുന്നിടിച്ച് റോഡ് വീതി കൂട്ടണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. പുലിക്കുന്നിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്നവരും വാഹനത്തിലുള്ളവരും ഭയത്തോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പുലിക്കുന്നിലെ ഗസ്റ്റ് ഹൌസിന് മുൻവശത്തുള്ള നഗരസഭയുടെ 19-ാം വാർഡിൽപ്പെട്ട സ്ഥലത്താണ് 2 ഭാഗങ്ങളിലുള്ള വലിയ കുന്ന് ഏത് നിമിഷവും റോഡിലേക്ക് പതിക്കുവാനുള്ള പാകത്തിലുള്ളത്. മഴക്കാലം ആരംഭിച്ചതോടെ ഇതിലൂടെ ജീവൻ പണയം വെച്ച് വേണം കടന്നുപോകാൻ. റോഡിന് താഴെ നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ സൗകര്യമുള്ള റോഡിന് സമീപത്തെ കുന്നും സ്ഥലവും സ്വകാര്യ വ്യക്തിയുടേതാണ്. സ്കൂൾ കുട്ടികളടക്കം നടന്നും ഓട്ടോയിലും ഭീതിയോടെയാണ് പോകുന്നത്. കാര്യങ്ങൾ മുൻ ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല. പുതിയ ചെയർമാനോട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു വലിയ ദുരന്തം വരുന്നതിന് മുൻപ് അപകടാവസ്ഥയിലായ കുന്നിടിച്ച് ഇടുങ്ങിയ റോഡ് വീതി കൂട്ടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്ദ്രഗിരി ഗവൺമെന്റ് LP സ്കൂൾ ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന് 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി 75 വ്യത്യസ്ത പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 2-ന് നടക്കുന്ന ചന്ദ്രഗിരി ഗവൺമെന്റ് LP സ്കൂൾ പ്രവേശനോത്സവത്തോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ആഘോഷ പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനം, ചരിത്ര സെമിനാർ, വിദ്യാഭ്യാസ സെമിനാർ തുടങ്ങിയ നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 75ാം വാർഷികാഘോഷത്തിന്റെ സ്മരണ നിലനിർത്താൻ ക്ലാസ് റൂം പരിമിതി നേരിടുന്ന സ്കൂളിന് 3 ക്ലാസ് മുറികൾ നിർമ്മിച്ചു നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 2021 പ്രവേശനോത്സവം വിജയകരമായി പ്രാവർത്തികമാക്കാനും 1 വർഷം നീണ്ടു നിൽക്കുന്ന 25ാം വാർഷികത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ സെമിനാർ, ചരിത്ര സെമിനാർ, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ, അതേപോലെ മാസം തോറും ഓരോ പരിപാടികൾ വെച്ച് ഈ 75ാം വാർഷികവും ഒരു വലിയൊരു പരിപാടിയായി മാറ്റി തീർക്കാനുമാണ് ഞങ്ങൾ കമ്മിറ്റി രൂപീകരിച്ചത്. സംഘാടക സമിതി ചെയർമാൻ കളക്ടർ മാഹിൻ ഹാജി, HM ഇൻചാർജ് ജ്യോതി ടീച്ചർ, വർക്കിംഗ് ചെയർമാൻ അബ്ദുള്ള ട്രോസർ, ഓർഗനൈസിംഗ് സെക്രട്ടറി KP അബ്ദുൽ അസീസ്, ഖജാൻജി അബ്ദുൽ സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന 8 സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്ക് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് തലത്തിലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറും മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ പ്രധാനാധ്യാപികയുമായ KP ശ്രീജ, ഒളവറ സങ്കേത GUP സ്കൂളിലെ PV രാജീവൻ, കൂലേരി ഗവൺമെന്റ് LP സ്കൂളിലെ P രാജശ്രീ, മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ VP ഷൗജത്ത്, ബീരിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ AV സദാനന്ദൻ, IT ALP സ്കൂളിലെ KV വിമലകുമാരി, വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ VV ശോഭന, ഉടുമ്പുന്നല ഗവൺമെന്റ് LP സ്കൂളിലെ K പ്രീതി എന്നിവർക്കാണ് പഞ്ചായത്ത് നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഏറെ ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് ഗുരുനാഥന്മാർ. അതുകൊണ്ട് തീർച്ചയായും 56 വയസ്സിലാണ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത്. 56 വയസ്സിൽ 30 വർഷവും 32 വർഷവും അതുപോലെ 25 വർഷവും ഒക്കെ സേവനം ചെയ്ത അധ്യാപകന്മാർ തന്നെയാണ് ഇവിടെയുള്ളത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ E ശശിധരൻ, ഫായിസ് ബീരിച്ചേരി, M ഷൈമ, സാജിദ സഫറുള്ള, KV കാർത്യായനി, KM ഫരീദ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P അരവിന്ദൻ, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, KP ശ്രീജ, C സനൂപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൊട്ടോടി ചെറിയ കടവ് CK മമ്മൂട്ടി ചാന്റെ സ്മരണയ്ക്ക് വേണ്ടി സ്കൂൾ PTA പ്രസിഡന്റ് CK ഉമ്മറും കുടുംബവും നിർമ്മിച്ചു നൽകിയ ഗേറ്റിന്റെ സമർപ്പണം കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൊട്ടോടി ചെറിയ കടവ് CK മമ്മൂട്ടി ചാന്റെ സ്മരണയ്ക്ക് വേണ്ടി സ്കൂൾ PTA പ്രസിഡന്റ് CK ഉമ്മറും കുടുംബവും നിർമ്മിച്ചു നൽകിയ ഗേറ്റിന്റെ സമർപ്പണം നടന്നു. കളർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിനോജ് ചാക്കോ, വാർഡ് മെമ്പർ കൃഷ്ണകുമാർ, SMC ചെയർമാൻ B അബ്ദുള്ള, പ്രധാനാധ്യാപിക ബിജി ജോസഫ്, പ്രിൻസിപ്പൽ ജോബി ജോസ്, മദർ PTA പ്രസിഡന്റ് ഷീല, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടോടി. പള്ളിക്കര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി K പുഷ്പരാക്ഷന് യാത്രയയപ്പ് നൽകി. ഉദുമ MLA CH കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 30 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന K പുഷ്പരാക്ഷന് ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. ഉദുമ MLA CH കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുഷ്പരാക്ഷന് ഉപഹാരങ്ങൾ കൈമാറി. ബാങ്ക് പ്രസിഡന്റ് K രവിവർമ്മൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, BRDC MD ഷിജിൻ പറമ്പത്ത് എന്നിവർ മുഖ്യാതിഥികളായി. പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, മെമ്പർ VK അനിത, മധു മുതിയക്കാൽ, കുന്നൂച്ചി കുഞ്ഞിരാമൻ, ഹക്കീം കുന്നിൽ, MA ലത്തീഫ്, KA ബക്കർ, P ഇന്ദിര, KV ഭാസ്കരൻ, PK കുഞ്ഞബ്ദുള്ള, PVT സുനിൽകുമാർ, T സുധാകരൻ, K രവീന്ദ്രൻ, P കൃഷ്ണൻ, പ്രശാന്ത് മുക്കൂട് എന്നിവർ സംസാരിച്ചു. K പുഷ്പരാക്ഷൻ യാത്രയപ്പിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. പള്ളിക്കര ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി V രാജേന്ദ്രൻ സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് M ഹസീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആലാമിപ്പള്ളി ചിന്ത വായനശാല ഗ്രന്ഥാലയം ആൻഡ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥാലയം അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങ് നടത്തി. കവയിത്രി പുഷ്പ കൊളവയിൽ ഉദ്ഘാടനം ചെയ്തു.
ചിന്ത വായനശാല ആൻഡ് ഗ്രന്ഥാലയം ആൻഡ് സാംസ്കാരിക വേദി അലാമിപ്പള്ളി ഗ്രന്ഥാലയം അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങ് നടത്തി. കവയിത്രി പുഷ്പ കൊളവേൽ ഉദ്ഘാടനം നിർവഹിച്ചു. എച്ച് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. എച്ച് കെ ദാമോദരൻ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറി. കെ ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. പി സുശാന്ത്, കെ വി ജയപാൽ, എൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കെ ചന്ദ്രൻ സ്വാഗതവും ശശികല ഭരതൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷം കനത്തതോടെ ജില്ലയിൽ നിശ്ചലമായി ജനജീവിതവും. ദേശീയപാതയോരത്ത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത്. തൃക്കരിപ്പൂർ മാണിയാട്ട് വീടിന്റെ വാതിൽ തകർത്ത് വൻ കവർച്ച. 22 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. ബണ്ട്വാൾ ഇറക്കുടിയിലെ അബ്ദുൽ റഹീമിന്റെ കൊലപാതകം. 2 പേർ കൂടി അറസ്റ്റിൽ. സർവീസിൽ നിന്ന് വിരമിച്ച ചെങ്കള സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി പി ഗിരിധരന് യാത്രയയപ്പ് നൽകി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ ഇച്ചിലങ്കോട് മാലിക് ദിനാർ മസ്ജിദിന് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. പഞ്ചായത്ത് അധികൃതർ നേരിട്ടെത്തി റോഡ് ഗതാഗത യോഗ്യമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.